അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പിന്നീട് നമ്മുടെ രാജ്യം ഭരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് യഥാർത്ഥ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി രാജാവ് കുറെ ശ്രമിച്ചു. പക്ഷേ ഈ കുട്ടികൾ പഠനത്തിൽ തീരെ താല്പര്യമില്ലാത്ത കുട്ടികളായിരുന്നു. അവർ എത്ര പഠിപ്പിച്ചിട്ടും പഠിച്ചില്ല. നാട്ടിലുള്ള എല്ലാ പണ്ഡിതന്മാരും വന്നിട്ട് പഠിപ്പിച്ചു രാജകൊട്ടാരത്തിൽ, പക്ഷെ ഇയാള് പഠിച്ചില്ല. അങ്ങനെ ആരോ പറഞ്ഞു, വിഷ്ണു ശർമ്മ എന്നൊരു പണ്ഡിതനുണ്ട്, നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മക്കൾ പറഞ്ഞു. അത് പറഞ്ഞു വിഷ്ണു ശർമ്മയുടെ 3 മക്കൾ പറഞ്ഞു, ഉഗ്രശക്തി, വസുശക്തി, അനേകശക്തി. 3 മക്കളുടെ പേരാണ്. ഉഗ്രശക്തി, വസുശക്തി, അനേകശക്തി. ഈ 3 മക്കളും പറഞ്ഞു, ഞങ്ങൾക്ക് പഠിക്കണ്ട, ഞങ്ങൾക്ക് കഥകൾ കേട്ടാൽ മതി എന്നാണ്. അങ്ങനെ അന്ന് വിഷ്ണു ശർമ്മ പറഞ്ഞ കുറെ കഥകളുണ്ട്. 5 തന്ത്രങ്ങളാണ്. മിത്രഭേദം, മിത്രസംതാപ്തി, കാകോലികം, ലബ്ധപ്രാണാശം, അപരീക്ഷിത കാരകം എന്ന് പറയുന്ന 5 തന്ത്രങ്ങളിലൂടെ കുട്ടികൾക്ക് കുറെ കഥ പറഞ്ഞു കൊടുത്തു. ആ കഥകളെല്ലാം കേട്ട് കുട്ടികൾ ഓരോ കഥയിൽ നിന്നും ഓരോ ഗുണപാഠം പഠിച്ചു. ഓരോ കഥയിൽ നിന്നും ഓരോ ഗുണപാഠം പഠിച്ചു. നല്ല നിർബന്ധമായി കേൾക്കണം. ഒരു പെയിന്റിംഗ് തൊഴിലാളിയുടെ ജീവിത കഥ എന്ന പേരിൽ മറ്റൊരു പുസ്തകമുണ്ട്. ഏറ്റവും അടുത്തായിട്ട് വെറും മനുഷ്യൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥാ പുസ്തകം പുറത്തിറങ്ങും. അല്ലെ, ഇങ്ങനെയുള്ള 4 പുസ്തകങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ 4 പുസ്തകങ്ങളിലും അബ്ബാസ് പറയുന്ന ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം അനുഭവിച്ചു തീർന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും പറയാ വൈക്കം മുഹമ്മദ് ബഷീർ പുസ്തകം അല്ലേ? പാത്തുമേടാട് ബാല്യകാലസഖി പഠിക്കാൻ പോയ റാം എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവബഹുലമായ കാര്യങ്ങളാണ് റാം കെയർ ഓഫ് ആനന്ദിലൂടെ വരുന്നത്. അതിൽ മനുഷ്യക്കടത്ത് വരുന്നുണ്ട്, LTT വിഷയം വരുന്നുണ്ട്, അല്ലെ, പിന്നെ എന്താ പറയാ, ജെൻഡറിന്റെ വിഷയം വരുന്നുണ്ട്. കുറെ വിഷയങ്ങൾ ചേർത്തുകൊണ്ട് ഒരു സിനിമ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് പറഞ്ഞു നിൽക്കുന്ന നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് അത് തേടി പിടിച്ച് വായിക്കുമ്പോഴാണ് നമ്മൾ വായനാദിനം പോലെയുള്ള ഇത്തരം ദിവസങ്ങൾ ആചരിക്കുന്നതിന്റെ പ്രസക്തി എന്നുകൂടി മനസ്സിലാക്കണം. അല്ലെ, നമുക്കൊരു പാട്ട് പറയാം. പാവയ്ക്ക പാവയ്ക്ക പറിച്ചാലും പാവല് വള്ളി പറിക്കരുതേ, ഒരരുവേ ചെന്നപ്പം ഒരേരു വട്ടി പാവയ്ക്ക, പാവയ്ക്ക പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ, ഒരരുവേ ചെന്നപ്പം ഒരേരു വട്ടി പാവയ്ക്ക, പാവയ്ക്ക പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ. ഇനി പാടുമ്പോ ഒറ്റ പ്രാവശ്യം കൈകൊട്ടിക്കൊണ്ട് പാടണേ. റെഡി? ചന്ദ്രരുവേ ചെന്നപ്പം ചെന്നപ്പം 2 വട്ടി പാവയ്ക്ക, പാവയ്ക്ക പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ, കോവയ്ക്ക കോവയ്ക്ക കോവേലക്ക കോവയ്ക്ക, കോവയ്ക്ക പറിച്ചാലും കോവലു വള്ളി പറിക്കരുതേ, മൂന്നരുവേ ചെന്നപ്പം 3 വട്ടി പാവയ്ക്ക, പാവയ്ക്ക പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ, 4 ചെന്നപ്പം 4 വട്ടി പാവയ്ക്ക, പാവയ്ക്ക പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ, 5 ചെന്നപ്പം 5 വട്ടി പാവയ്ക്ക, പാവയ്ക്ക പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ, കോവയ്ക്ക കോവയ്ക്ക കോവേലക്ക കോവയ്ക്ക, കോവയ്ക്ക പറിച്ചാലും കോവലു വള്ളി പറിക്കരുതേ, 6 ചെന്നപ്പം 6 വട്ടി പാവയ്ക്ക, പാവയ്ക്ക പറിച്ചാലും
എഴലവേ ചെന്നപ്പോ എഴലവട്ടി പാവയ്ക്ക പാവയ്ക്ക പറിച്ചാലോ പാവകളെ പറിക്കരുത്. എഴലവേ ചെന്നപ്പം എഴലവട്ടി പാവയ്ക്ക പാവയ്ക്ക പറിച്ചാലോ പാവകളെ പറിക്കരുത്. 9 ചെന്നപ്പോ 9 വട്ടി പാവയ്ക്ക പാവയ്ക്ക പറിച്ചാലും പാവല് വള്ളി പറിക്കരുത്. എന്ത് പറിക്കരുത്?